എക്സ്ക്യൂസ് മീ മാഡം, ഇതാരാ? ഇത് മാനേജ്മെന്റിന് വേണ്ടപ്പെട്ട ഒരാളാ. എന്റെ കൊച്ചുമകൻ സന്ദീപില്ലേ, സന്ദീപിന്റെ ഭാര്യ ഇത്, ദേവൂട്ടി. സന്ദീപ് സാറിന്റെ ഭാര്യയോ? അപ്പൊ സന്ദീപ് സാറിന്റെ മാരേജ് കഴിഞ്ഞോ? എന്നിട്ട് ഞങ്ങൾക്കാർക്ക് ഇൻവിറ്റേഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. അതും മൂകാംബികയിൽ വെച്ച്. ആഹാ, അതുകൊണ്ടാ നിങ്ങളെ ആരെയും നേരിട്ട് ക്ഷണിക്കാൻ പറ്റാതെ പോയത്. ഒരു മാസം കൂടി കഴിഞ്ഞ് ഇവിടെ വച്ചൊരു ചടങ്ങുണ്ടാവും. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും സന്ദീപും ദേവൂട്ടിയും ഞാനും നേരിട്ട് ക്ഷണിക്കുകയും ചെയ്യും. അത് മതി മേഡം. കല്യാണത്തിന് പങ്കെടുക്കാനായില്ലെങ്കിലും അങ്ങനെ ഒരു റിസപ്ഷൻ നടത്തുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല, ഇന്ന് ഇത്രയും ടീച്ചേഴ്സേ ഉള്ളോ? ബാക്കിയുള്ളവരൊക്കെ എവിടെ? അത് പ്രഭ ടീച്ചറും വിനോദ് മാഷും ട്രെയിനിങ്ങിന് പോയിരിക്കുക. പിന്നെ രാജീവ് സാറ് ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞേ 4 ദിവസമായിട്ട് ലീവിലാ. മല്ലിക മിസ് ഇനി വരുവോ വരത്തില്ലയോ എന്നൊന്നും അറിയത്തില്ല. അവരുടെ കാര്യമൊക്കെ മാഡത്തിന് അറിയാലോ. ഒന്നിനും ഒരു വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാണ്ടായി അല്ലേ? കുത്തഴിഞ്ഞ പുസ്തകം പോലെ അധ്യാപകർ തന്നെ ഇങ്ങനെ തുടങ്ങിയ കുട്ടികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? മാധവനുള്ള സമയത്ത് ജില്ലയിലെ മികച്ച സ്കൂളിനുള്ള പുരസ്കാരം കളക്ടറുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു സ്കൂളായത്. അതാരും മറക്കരുത്. മാഡം, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി ഗൈഡൻസും ഹെൽപ്പും കിട്ടിയാൽ. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇനി അതൊക്കെ ഉണ്ടാവും. സ്കൂള് ശരിയായ രീതിയിൽ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ദേവൂട്ടിയെ സ്കൂളിന്റെ ചാർജ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചത്. ഇനി ഇതിന്റെ മേൽനോട്ടം ദേവൂട്ടിക്കായിരിക്കും. മതി മാഡം, ഇങ്ങനെ ഒരാൾ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ സ്കൂൾ നന്നായി ഫംഗ്ഷൻ ചെയ്യിക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് ദേവൂട്ടിക്ക് ഇവിടുത്തെ കാര്യങ്ങളും ചിട്ടകളും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ടീച്ചർ. അതിനെന്താ, അതൊക്കെ ഞാൻ ഏറ്റു. ഇങ്ങനെ ഒരാള് ഞങ്ങൾക്ക് കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം. ആ ഹെഡ് മിസ്ട്രസിന് ഒടുക്കത്തെ ജാടയാ. അവരിന്നലെ എന്നെ തല്ലി പുറം പൊളിച്ചു. ഇന്ന് അതിനുള്ള പണി ഞാൻ അവർക്ക് കൊടുക്കും. എന്നാ വരൂ മാഡം, നമുക്ക് ഓഫീസിലേക്ക് ഇരിക്കാം. ശരി. ദേവൂട്ടി മോളെ, എന്തെങ്കിലും പറ്റിയോ നിനക്ക്? ആരാ ഇത് ചെയ്തത്? ആ തല തെറിച്ച പ്രണവായിരിക്കും. അവനല്ലാതെ ഈ സ്കൂളിൽ ഇങ്ങനെ ചെയ്യാൻ ആർക്കും തോന്നില്ല.
അവൻ എന്നെ ആയിരിക്കും ഉന്നം വെച്ചത്. ഇന്നലെ ഞാൻ കണക്കിന് കൊടുത്തായിരുന്നല്ലോ. സുഭാഷ് മാഷേ, അവനെ വിടരുത്, വേഗം പോയി പിടിക്കേ. ദേവുട്ടി മോളെ വല്ലതും പറ്റിയോ? വരൂ മാഡം, നമുക്ക് ഓഫീസിൽ ചെന്ന് ഫസ്റ്റ് എയ്ഡ് എടുക്കാം. വാ മോളെ.